ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 10 ശ്ലോകം 2. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, ഭഗവത് അനുഗ്രഹത്താൽ തപോബലവും മതിബലമൊക്കെ വർദ്ധിച്ച ബ്രഹ്മാവ് ജംഗമായിട്ടുള്ളതും സ്ഥാവരമായിട്ടുള്ള സൃഷ്ടികർമ്മങ്ങൾ നടത്തിയെന്നാണ് പറഞ്ഞത്. അങ്ങനെ ആ തമപ്രധാനമായ സൃഷ്ടികാര്യം വിവരിക്കുകയാണ് രണ്ടാമത്തെ ശ്ലോകം കൊണ്ട്. മിഥ്യാഗ്രഹാസ്മി മതിരാഗവിഗോപഭീതി അജ്ഞാനവൃത്തിമിതി പഞ്ചവിധം സൃഷ്ട്വാ ഉദ്ദാമതാമസപദാർത്ഥ വിധാനദൂനസ്തേനേ ത്വദീയ ചരണസ്മരണം വിശുദ്ധ്യേ. മിഥ്യാഗ്രഹാസ്മി മതിരാഗവിഗോപഭീതി അജ്ഞാനവൃത്തിം ഇതി പഞ്ചവിധാം സൃഷ്ട്വാ ഉദ്ദാമ താമസ പദാർത്ഥ വിധാനദൂനഃ തേനേ ത്വദീയ ചരണസ്മരണം വിശുദ്ധ്യൈ. മിഥ്യാഗ്രഹാസ്മി മതിരാഗവിഗോപഭീതിർ അജ്ഞാനവൃത്തിമിതി പഞ്ചവിധം സൃഷ്ട്വാ ഉദ്ദാമതാമസപദാർത്ഥ വിധാനദൂന തേനേ ത്വദീയ ചരണസ്മരണം വിശുദ്ധ്യൈ. സഹ ആ ബ്രഹ്മാവ് മിഥ്യാഗ്രഹാസ്മി തെറ്റിദ്ധരിക്കൽ, അതായത് പ്രപഞ്ചം യഥാർത്ഥമാണ് എന്നുള്ള ബോധം. അങ്ങനെ മതിരാഗ വികോപഭീതി അഹംബുദ്ധി രാഗം കോപം ഭയം ഇതി പഞ്ചവിധാം എന്നിങ്ങനെ 5 വിധത്തിൽ അജ്ഞാനവൃത്തിയും സൃഷ്ടുക, അജ്ഞാന കാര്യങ്ങൾ സൃഷ്ടിച്ചിട്ട് ഉദ്ദാമ താമസ പദാർത്ഥ വിധാനദൂനഃ അത്യധികം തമോ ഗുണമുള്ള ഇവയുടെ സൃഷ്ടി കൊണ്ട് പശ്ചാത്തപിക്കുന്നവനായിട്ട് വിശുദ്ധിയെ അജ്ഞാനം നീങ്ങി ത്വദീയ ചരണസ്മരണം തേനെ ശുദ്ധി കൈവരുന്നതിനായിട്ട് നിന്ദ്രയോടിയുടെ തൃപ്പാദങ്ങളെ ധ്യാനിച്ചു. ആ ബ്രഹ്മാവ് തെറ്റിദ്ധരിക്കൽ, അഹംബുദ്ധി രാഗം കോപം ഭയം, അതായത് ഇവിടെ പ്രപഞ്ചം യഥാർത്ഥമാണ് എന്നുള്ള ബോധം കൊണ്ട് അഹംബുദ്ധി രാഗം കോപം ഭയം എന്നിങ്ങനെ 5 വിധത്തിൽ അജ്ഞാന കാര്യങ്ങൾ സൃഷ്ടിച്ചിട്ട് അത്യധികം തമോ ഗുണമുള്ള ഇവയുടെ സൃഷ്ടി കൊണ്ട് പശ്ചാത്തപിക്കുന്നവനായിട്ട് അജ്ഞാനം നീങ്ങി ശുദ്ധി കൈവരുന്നതിനായി നിദ്രയോടിയുടെ തൃപ്പാദങ്ങളെ ധ്യാനിച്ചു. അജ്ഞാനം പറയുമ്പോൾ ആത്മസ്വരൂപം തിരിച്ചറിയാതിരിക്കുക, അഹംഭാവം പറഞ്ഞാൽ ദേഹമാണ് ആത്മാവ് എന്ന ധാരണ. ഇനി രാഗം കോപം ഭയം എന്നീ 5 അംഗങ്ങൾ അടങ്ങുന്നതാണ് തമോ ഗുണകാര്യമായ അവിദ്യ. ഇതാണ് സംസാര ബന്ധം ഉണ്ടാക്കുന്നത്. ഇവയുടെ സൃഷ്ടി കഴിഞ്ഞിട്ടാണ് ബ്രഹ്മാവിന് പശ്ചാത്താപം ജനിക്കുന്നത്. അതിൻ്റെ പരിഹാരമാണ് ഭഗവത് ധ്യാനം. ഈ വിവരം ഇവിടെ പ്രത്യേക ശ്രദ്ധയാണ്. അതായത് ലൗകിക കാര്യങ്ങളിലും ഈ മാതിരി മനുഷ്യൻ ചെയ്തു കഴിഞ്ഞിട്ട് പശ്ചാത്താപ വിവശനാകുന്നത് സാധാരണമാണല്ലോ. അതിന് ഭഗവത് ഭജനം ഒന്ന് മാത്രമേ ഉപശാന്തി ആയിട്ടുള്ളൂ എന്നിവിടെ ഉപദേശിക്കുകയാണ്. രാഗവിഗോപഭീതി എന്നും ഇവിടെ പാഠാന്തരമുണ്ട്. ഭീതിഹി എന്ന് ദ്വിതീയ ബഹുവചനമായിട്ടാണ് പലരും സ്വീകരിച്ച് കാണുന്നത്. ഇവിടെ ഭീതിഹി ഇതി എന്ന് ഇതി ശബ്ദത്തോട് ചേരുവാൻ പ്രഥമയ്ക്കാണ് യോഗ്യത എന്ന് വെച്ചിട്ടാണ് ഇവിടെ ഈ പാഠം അംഗീകരിച്ചിരിക്കുന്നത്. അപ്പോൾ സമാസം മധ്യപദ ലോപിയാകണം എന്ന് വന്നിരിക്കുന്നു. രാഗവികോപ സഹിതയായ ഭീതി എന്ന് അർത്ഥം. മിഥ്യാഗ്രഹാസ്മി മതിരാഗവികോപഭീതി അജ്ഞാനവൃത്തി വിധി പഞ്ചവിധം സൃഷ്ട്വാ ഉദ്ദാമതാമസപദാർത്ഥ വിധാനദൂനസ്തേനേ ത്വദീയ ചരണസ്മരണം വിശുദ്ധ്യേ. മിഥ്യാഗ്രഹാസ്മി മതിരാഗവികോപഭീതിർ അജ്ഞാനവൃത്തിമിതി പഞ്ചവിധം സൃഷ്ട്വാ ഉദ്ദാമതാമസപദാർത്ഥ വിധാനദൂനസ്തേനേ ത്വദീയ ചരണസ്മരണം വിശുദ്ധ്യേ. മിഥ്യാഗ്രഹാസ്മി മതിരാഗവികോപഭീതി അജ്ഞാനവൃത്തിമിതി പഞ്ചവിധം സൃഷ്ട്വാ ഉദ്ദാമതാമസപദാർത്ഥ വിധാനദൂനസ്തേനേ ത്വദീയ ചരണസ്മരണം വിശുദ്ധ്യേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.